ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെയും ഭാരതിനെ കുറിച്ച് തന്നെ നമ്മളെ നിങ്ങൾ നിർത്താൻ വിടുന്നില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് നമ്മൾ നിർത്തുക? അപ്പോൾ വളരെ അത്ഭുതകരമായ സംഭവങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഹൈറിച്ച് അന്നമ്മയാണ്, ചിന്നമ്മയാണ്, കുഞ്ഞമ്മയാണ്, പോറ്റമ്മയാണ്, പെറ്റമ്മയാണ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സീരീസ്, അങ്ങനെ പറയുന്ന വീഡിയോസുകൾ വീണ്ടും വന്നിരിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ വരാത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വക്കീലിൻ്റെ വീഡിയോ ഇതുവരെ വന്നിട്ടില്ല. വിധി വന്നിട്ട് 6 ദിവസമാവുന്നു. 6 ദിവസം 30-ാം തീയതി വന്നതാണ്. 30, 31, 1, 2, 3, 5 ദിവസം കഴിഞ്ഞു. വീഡിയോ വന്നിട്ടില്ല. എന്താണ് വക്കീലിന് ഇതുവരെ വിധി വായിച്ചിട്ട് മനസ്സിലായില്ല, അല്ലെങ്കിൽ ഇത്രയും കോരം വാദിച്ചിട്ട് ഇങ്ങനെയുള്ളൊരു വിധിയാണല്ലോ എനിക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റിയത് എന്നുള്ള കുറ്റബോധമാണോ? അപ്പോൾ വക്കീലിൻ്റെ വീഡിയോ വരുമോ വരാതിരിക്കുമോ എന്തോ ചെയ്യട്ടെ, നമുക്ക് നമ്മുടെ കാര്യങ്ങൾ പറയാം. നമ്മുടെ പ്രതാപൻ സാർ ഇന്ന് തൃശ്ശൂർ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തെ എറണാകുളത്ത് നിന്ന് മലപ്പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. മലപ്പുറത്തേക്ക് ഏതാണ് മലപ്പുറത്ത് കേസ് എന്നല്ല, മലപ്പുറത്ത് പൊന്നാനിയിൽ 4-5 FIR ഇട്ടിട്ടുണ്ടെങ്കിലും അതിലൊന്നുമല്ല നമ്മുടെ പ്രതാപൻ സാറിനെ പോലീസ് കൊണ്ടുവന്നിരുന്നത്. 2011 ഗ്രീൻ കോ തട്ടിപ്പ് കേസിലാണ്. ഗ്രീൻ കോ തട്ടിപ്പ് കേസിൽ നിന്ന് ഇദ്ദേഹം ശിക്ഷിക്കപ്പെട്ട ഒരാളാണ്, ജയിലിൽ കിടന്ന ഒരാളാണ്. അതിൽ ജാമ്യം എടുക്കാൻ വേണ്ടിയിട്ടാണ് പ്രതാപനെ കൊണ്ടുവന്നതുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, പ്രതാപനെ കണ്ടു കഴിഞ്ഞാൽ ലീഡർമാർക്ക് പോലും മനസ്സിലാവില്ല, അതുമാതിരിയുള്ള രൂപമാറ്റമാണ് പ്രതാപന് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് പ്രതാപനെ കണ്ടവർ പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ പ്രതാപൻ ഇനി ജയിലിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ നല്ലൊരു പാട്ടുകാരനായിട്ടാണ് തിരിച്ചു വരാൻ സാധ്യത. ഒരുപാട് ഇപ്പം ഇദ്ദേഹത്തിൻ്റെ ഹോബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആൾക്കാരെ പറ്റിക്കുന്ന സമയത്ത് ഇദ്ദേഹം ലൂഡോയിൽ ലോക ചാമ്പ്യനായിരുന്നെങ്കിൽ ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഹോബി എന്ന് പറയുന്നത് മലയാളം പാട്ട് പഠിക്കലാണ്. ഇദ്ദേഹം ഇന്ന് ഒരുപാട് മലയാളത്തിൻ്റെ കെട്ടുകണക്കിന് പാട്ടുപുസ്തകങ്ങളുമായാണ് പോലീസിനോടൊപ്പം സഞ്ചരിക്കുന്നത് ഇന്ന് അദ്ദേഹത്തെ കണ്ട വ്യക്തികൾ പറയുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ കൈകളിൽ പാട്ടുപുസ്തകമാണ് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ പുതിയൊരു ഗായകൻ ജയിലിൽ നിന്ന് പുതിയ പാട്ടുകളൊക്കെ പഠിച്ച് പുറത്തിറങ്ങുന്നതായിരിക്കുമെന്നാണ് പറയാനുള്ളത്. ഇനിയിപ്പോൾ നമ്മുടെ മണ്ടന്മാരായ ലീഡർമാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വെറും ഇവരുടെ കണക്കിൽ 30 FIR അങ്ങനെ എന്തോ ഉള്ളൂ തോന്നുന്നു. വെറും 5 കോടിയുടെ FIR മാത്രമേ ഉള്ളൂ. ബാക്കി 212 നിന്ന് 5 കോടി ഒഴിവാക്കി കഴിഞ്ഞാൽ 207 കോടി കമ്പനിക്ക് തിരിച്ചു കൊടുക്കുമെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് എല്ലാവരോടും ഇപ്പം കമ്പനി വരും, നാളെ കമ്പനി വരും, മറ്റന്നാൾ കമ്പനി വരും എന്ന് പറഞ്ഞ് ഈ കമ്പനിക്കെതിരെ പരാതി ഇല്ലാതിരിക്കാൻ വേണ്ടി ഇവർ മാക്സിമം ശ്രമിക്കുന്നത്. ഈ 207 കോടി അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കമ്പനി പറയും, നിങ്ങൾക്ക് കംപ്ലൈൻ്റ് ഉള്ളത് 5 കോടിയേ ഉള്ളൂ അല്ലേ, എന്നാൽ പിന്നെ ആ 5 കോടി അവിടെ മാറ്റിവെക്ക്, ഇവർക്ക് അങ്ങ് പോട്ടെ, ഇവർക്ക് മണി ചെയിൻ ചെയ്യാനുള്ളതാണ് ഒരുപാട് ആൾക്കാർക്ക്. ഇത് മണി ചെയിൻ ആണെന്ന് ഇവർക്ക് എല്ലാവർക്കും അറിയാം, ലീഡർമാർക്കൊക്കെ അറിയാം. അതുകൊണ്ടാണല്ലോ അവരൊക്കെ വിട്ടത്. പുതിയ തട്ടിപ്പുമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ തട്ടിപ്പ് ഉപേക്ഷിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഇത് തട്ടിപ്പായിരുന്നു എന്ന്, മണി ചെയിൻ ആണെന്ന്, ഇത് ഒരു കോടതിയും ഇവർക്ക് അനുകൂലമായി വിധി പ്രസ്താവിക്കില്ല എന്നുള്ള തിരിച്ചറിവിൻ്റെ പുറത്താണ് അവരൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോഴും 2ാം നിരയല്ല, 3ാം നിരയല്ല, 4ാം നിരയിലുള്ള ലീഡർമാരാണ് ഇപ്പോൾ തിരിച്ചു വരുമെന്ന് പറയുന്നത്. നമുക്കറിയാം, പ്രതാപനെ അറസ്റ്റ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നത് അന്നൊരു വെള്ളിയാഴ്ചയാണോ വ്യാഴാഴ്ചയാണോ
തിങ്കളാഴ്ച നമ്മൾ പ്രതാപനെ പുറത്തിറക്കും, അതിനുള്ള പണികളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ആ പ്രതാപൻ ഇപ്പോൾ 6 മാസം ആയി ജയിലിൽ കിടക്കാൻ തുടങ്ങിയിട്ട്. നിരവധി കേസുകളിൽ ഇനിയിപ്പോൾ ജാമ്യം എടുക്കേണ്ട അവസ്ഥയാണ്. ഒരുപാട് ഫോർമൽ അറസ്റ്റുകൾ നടക്കുന്നു, പണ്ടത്തെ കേസുകൾ കുത്തിപ്പൊങ്ങുന്നു. അപ്പോൾ ആർക്കും തന്നെ പണ്ടത്തെ കേസുകളിലൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജാമ്യം കിട്ടിപ്പോകുന്നതാണ്. പക്ഷേങ്കിൽ ഇപ്പോൾ പ്രമാദമായ കേസുകളിലെ പ്രതി കൂടിയായതിനാൽ ഇദ്ദേഹത്തിന് ജാമ്യം നിഷേധിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ പ്രതാപൻ്റെ ഈ ചരിത്രമൊക്കെ അറിഞ്ഞിട്ടും നിങ്ങളൊക്കെ ജയ് ഹരിച്ച് വിളിക്കുന്നുണ്ടല്ലോ മക്കളെ, എന്ത് ചെയ്യാനാ നിങ്ങളോടൊക്കെ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്ന് രാവിലെയൊക്കെ ഒരുപാട് ആൾക്കാർ എന്നെ വിളിച്ച് ചീത്ത പറയുന്നു. ഞാൻ കഴിഞ്ഞ 4-5 ദിവസമായി ഓഫീസിലുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ഓഫീസിൽ പോയിട്ട് അത്യാവശ്യമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ടായിരുന്നു. അപ്പോഴാണ് ഒരു പെണ്ണുങ്ങളെ വിളിച്ചിട്ട് എന്നോട് പറയാം, എനിക്കൊക്കെ പോയി കിളച്ചുവിടാന്ന്. ഞാനിപ്പോൾ ഇനി ആ കിളക്കാനും കൂടി പോകാം, എന്താണ് ഉള്ള പണി തന്നെ എടുക്കാൻ സാധിക്കുന്നില്ല. അപ്പോഴാണ് എനിക്കൊക്കെ പോയി കിളച്ചുവിടാന്ന് പറഞ്ഞിട്ട് ഒരു പെണ്ണുങ്ങൾ. അപ്പോൾ ഇത് പറഞ്ഞിട്ട് പെണ്ണുങ്ങൾ വെക്കലായി. അതുപോലെ കഴിഞ്ഞ ദിവസം ഒരു ആണുങ്ങൾ രാത്രി വിളിച്ചിട്ട് പറയുകയാണ്, എനിക്ക് കൂലി നമ്മൾ തരുന്നുണ്ട്, നീ എന്തായാലും നമുക്ക് ഒരുപാട് പണി തന്നല്ലേ, എനിക്ക് ഞാൻ കൂലി തരുന്നുണ്ട്, അത് ആൾക്കാരെ ഉറപ്പിക്കാൻ വേണ്ടി വിളിച്ചാണ്. ഞാൻ പറഞ്ഞു ഞാൻ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവരുടെ ദിനങ്ങൾ തള്ളി നീക്കുന്നത്. ഇവർക്ക് രാവിലെ തന്നെ ഇവരുടെ ഗ്രൂപ്പുകളിൽ ഓരോ ടാസ്ക് കൊടുക്കും, ഇന്ന് ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. പണ്ടും ഇതുപോലെ തന്നെയായിരുന്നു. ഇന്ന് ഇവന്റെ കന്നഡയുടെ ചാനൽ റിപ്പോർട്ട് അടിക്കലാണെന്ന് പണി, ഇന്ന് ഇവനെതിരെ തെറി വിളിക്കലാണ് പണി, ഇന്ന് ഇവനെതിരെ കേസ് കൊടുക്കലാണ് പണി എന്നൊക്കെ പറഞ്ഞ് എത്ര കാര്യങ്ങൾ കടന്നതാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെ ഇവരെ എന്നാലും കുറച്ചൊക്കെ ആൾക്കാർക്ക് മനസ്സിലാകുന്നുണ്ട്. അതിൽ ഇവരുടെയൊക്കെ അഡ്മിന്മാർക്കടക്കം കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്. അഡ്മിന്മാരും ഒക്കെ ആയിട്ട് നമ്മളൊക്കെ സംസാരിക്കുന്ന സമയത്ത് അവരൊക്കെ പറയാറുണ്ട്, ഇവർ പൊട്ടന്മാരാക്കിയാണ്, ഇവർ എന്ത് ചെയ്യാനാണ്, ഇവർ ഇതൊന്നും ആൾക്കാർക്ക് മനസ്സിലാകുന്നില്ലല്ലോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചില ആൾക്കാരൊക്കെ തുറന്നു പറയുന്നുണ്ട്. അതൊക്കെ വളരെ നല്ല കാര്യമാണ്. ഒരിക്കലും ഒരു ബഡ്സ് കേസിൽ ക്ലെയിം കുറവാണ്, ആദ്യത്തെ ഘട്ടത്തിൽ ക്ലെയിം കുറവാണ് എന്ന് കരുതി ആ പൈസ കമ്പനിക്ക് തിരിച്ചു കൊടുത്തിട്ട് നിങ്ങൾ വീണ്ടും മണി ചേഞ്ച് ചെയ്തോ എന്ന് ഒരു കോടതിയും പറയില്ല എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. അത്ര മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ ഇത് ക്ലെയിം എന്ന് പറയുന്നത് ആദ്യഘട്ടത്തിൽ ഇപ്പോൾ 55 പേര് മാത്രമാണ് FIR ഇട്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, FIR ഇട്ടവർക്ക് പണം കിട്ടിയോ എന്ന്. FIR ഇട്ടവർക്ക് പണം കിട്ടുന്നുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് കംപ്ലൈൻറ്റ് വരിക? ഇപ്പോൾ ആകെ മൊത്തം ടോട്ടൽ ഒരു 2000 ആൾക്കാർ മാത്രമാണ് ഇതിൻ്റെ പുറകിലുള്ളത്. ആ 2000 ആൾക്കാരും കംപ്ലൈൻറ്റുമായിട്ട് പൈസ ചോദിച്ച് വരുമെന്നാണ് പറയാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് മണി ചെയിനാണ്, ഇവർക്ക് യാതൊരുവിധ ബിസിനസ്സും ഇല്ല എന്ന് ഇന്ത്യയിലെ പ്രീമിയർ ഏജൻസിയായ EDയും അല്ലെങ്കിൽ കേരളത്തിൻ്റെ ക്രൈംബ്രാഞ്ചും വിവിധ പോലീസ് സ്റ്റേഷനുകളും അത് കോടതി തന്നെയും പറഞ്ഞു വെച്ച ഒരു കാര്യമാണ്. അത് തൃശ്ശൂർ സെഷൻ കോടതി മാത്രമല്ല, എറണാകുളത്തെ PMLA കോടതിയും ജാമ്യം നിഷേധിച്ച കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. അപ്പോൾ ഇതൊക്കെയാണ് വസ്തുത. കാര്യങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ക്ലെയിം കൊടുക്കണമെന്നോ നിങ്ങൾ പരാതി കൊടുക്കണമെന്നോ ഞാൻ പറയുന്നില്ല, നിങ്ങൾ കൊടുക്കരുത് എന്നാണ് ഞാൻ പറയാനുള്ളത്. നിങ്ങൾക്കൊന്നും പൈസ കിട്ടാൻ അർഹതയില്ല എന്നുള്ളതാണ്. നിങ്ങൾ തട്ടിപ്പാണെന്ന് മനസ്സിലാക്കിയിട്ടും അവർക്ക് ജയ് വിളിക്കുന്നവരാണ്. അതുകൊണ്ട് നിങ്ങൾക്കൊന്നും പൈസ കിട്ടാൻ അർഹതയില്ല. നിങ്ങളുടെ പണം തന്നെയാണ് ഈ കമ്പനിയുള്ള എല്ലാ പണവും. കമ്പനി യാതൊരു വിധത്തിലുള്ള ബിസിനസ്, അത് ലാഭകരമായിട്ടുള്ള ബിസിനസ് നടത്താത്തൊരു കമ്പനിയാണ്. ലാഭകരമായ ബിസിനസ് നടത്തിയിരുന്നെങ്കിൽ ആക്സിസ് ബാങ്കിൽ നിന്ന് കടമെടുത്ത 1 കോടി അടക്കുമായിരുന്നു. ഇവരുടെ വാഹനങ്ങൾക്ക് വേണ്ടി എടുത്തിരുന്ന ലോണുകൾ ഇവർ അടക്കുമായിരുന്നു. അപ്പോൾ ഇതൊക്കെ അറിയാം, ഇതൊക്കെ അടക്കാൻ പാടില്ല എന്നും ഇങ്ങനെയൊക്കെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ അവരെ കണ്ടുകെട്ടിക്കോട്ടെ, ബാങ്കുകൾ ക്ലെയിം ചെയ്തെടുത്തോട്ടെ
എന്നുള്ള രീതിയിലാണ് ഇവർ അതൊന്നും അടക്കാതിരുന്നത് എന്നുള്ളതാണ്. ഇത്ര വലിയ 3100 കോടിയുടെ ടേൺ ഓവറുള്ള കമ്പനിയാണെങ്കിൽ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ 1 കോടിയും 2 കോടിയുമുള്ള ലോണുകൾ ഇവർ അടച്ചു തീർക്കുമായിരുന്നു. അടച്ചു തീർത്തിട്ടില്ല. അതിന് പകരം ഇവര് 212 കോടി രൂപ ബാങ്കുകളിൽ FD ഇടുകയാണ് ചെയ്തിരുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ കൂടുതലൊന്നും പറയാനില്ല, എനിക്ക് കുറേ പരിപാടികളുണ്ട്. ബൈ ബൈ.